ഹലോ വെൽക്കം ബാക്ക് ടു ക്യൂരിയസ് വോയേജ്. അപ്പോൾ ഇന്ന് ഞാനുള്ളത് ചെന്നൈ ട്രേഡ് സെൻറ്ററിലാണ്. ചെന്നൈ ട്രേഡ് സെൻറ്ററിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എക്സിബിഷൻസ്, കുറേ എക്സ്പോകൾ നടക്കുന്നുണ്ട്, കുറേ ട്രേഡ് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ അതിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറകിൽ ഫ്ലെക്സിൽ കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ വെയർമാർട്ട് എന്ന് പറഞ്ഞിട്ട് വെയർ ഹൗസ് മാനേജ്മെൻറ്റ് റിലേറ്റഡ് കുറേ സംഭവങ്ങളുടെ എക്സ്പോ നടക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ടോപ്പ് പാക്ക് എന്ന് പറഞ്ഞിട്ട് പാക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് നമ്മളിപ്പോൾ ഒരു കമ്പനിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ യൂണിറ്റോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് പാക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മെഷീനറീസ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ടോപ്പ് പ്ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ പ്ലാസ്റ്റിക് എക്സിബിഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് പ്ലാസ്റ്റിക് റിലേറ്റഡ് ആയിട്ട് പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോഡക്ട്സ്, അതിൻ്റെ എന്താ പറയുക, അതിനെ യൂസ് ചെയ്യുന്ന മെഷീനറീസ്, അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അതിനെ പറ്റിയിട്ടും ഉള്ള എക്സിബിഷൻ നടക്കുന്നുണ്ട്. പിന്നെ അതുകൂടാനായിട്ട് ടോപ്പ് പ്രിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, പ്രിൻറ്റിങ് സൊല്യൂഷൻ. നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷനൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ലേബലിങ് കാര്യങ്ങൾ, പ്രിൻറ്റിങ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് സംഭവങ്ങൾ വരും. അല്ല, ഇവൻ കാർട്ടൺ ബോക്സ് വരും, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വരും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ എന്താ പറയുക, പ്രിൻറ്റിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളെ പറ്റിയിട്ടുള്ള ഒരു എക്സിബിഷനുകൾ നടക്കുന്നുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് ഒരു ബേക്കറി എക്സിബിഷൻ നടക്കുന്നു. ഇന്ത്യൻ ബേക്കറി എക്സ്പോ 2022 എന്ന് പറഞ്ഞിട്ടൊരു എക്സ്പോ നടക്കുന്നുണ്ട്. അത് ഇപ്പം ഞാൻ നിൽക്കുന്നത് ഹാൾ 1-ൻ്റെ ഫ്രണ്ടിലാണ്. അത് നടക്കുന്നത് മറ്റൊരു ഹാളിലാണ്. അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞു. രജിസ്ട്രേഷൻ ഞാൻ നേരത്തെ ഓൺലൈൻ ചെയ്ത് കാരണം ഇവിടെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഒന്നുമില്ലായിരുന്നു. ജസ്റ്റ് ഒരു ID കാർഡ് അവർ തരുന്നുണ്ട്. അപ്പോൾ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കിപ്പോൾ എന്തായാലും എക്സ്പോയിലേക്ക് എൻ്റർ ചെയ്യാം. എക്സ്പോയുടെ എൻട്രൻസ് ആണിത്. ഞാൻ ശരിക്കും രാവിലെ തന്നെ ഇവിടെ എത്തിയോണ്ട് അധികം തിരക്കൊന്നുമില്ല. അപ്പോൾ ഇതാണ് എക്സ്പോയുടെ ഫസ്റ്റ് ഹാൾ എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ വന്ന സ്റ്റോളെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ പ്രിൻറ്റഡ് ലേബിൾ വെച്ചിട്ടും അല്ലാണ്ട് നമ്മുടെ ബാർകോഡൊക്കെ പ്രിൻറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മെഷീൻസൊക്കെ ചെയ്യുന്ന, അതായത് പ്രിൻറ്റേഴ്സൊക്കെ ചെയ്യുന്ന ഒരു കമ്പനിയുടെ സ്റ്റാളിലേക്കാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട്. പ്രിൻറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഹെവി ഡ്യൂട്ടി പ്രിൻറ്റേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ ഡെമോ കാണിക്കുന്ന പ്രിൻറ്റർ നമുക്ക് കണ്ടു നോക്കാം. Okay. It's a print and apply. Pull the label and apply it. This 2D barcode, 1D barcode, text, everything is printed. This is pre-printed label. Pre-printed label. Okay. It's applicated. Oh. In this one, you just printed the logo, yeah? Yeah. Logo is pre-printed. Other thing is we have to print it. Only monochrome, or we can do print on color also? No, only one color. Only one color, monochrome. It is thermal transfer. Okay. അപ്പോൾ നിങ്ങൾ ഈ ഡെമോയിൽ കണ്ടതുപോലെ നമുക്ക് കാർട്ടൺ ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ പാക്കിങ്ങിലൊക്കെ ഓട്ടോമേറ്റഡ് ആയിട്ട് അതിൽ ഓൾറെഡി ആ ഒരു ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നമുക്കതിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമേറ്റഡ് ആയിട്ട് അത് ഡിറ്റക്ട് ചെയ്തിട്ട് എവിടെയാണോ പ്രിൻ്റ് ആവേണ്ടത് അവിടെ പ്രിൻ്റ് ചെയ്യും. അത് നമ്മൾ എങ്ങനെയാണോ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് അതുപോലെ ഇരിക്കും. This is the heavy duty printer. It's a 16 inch per second speed. 16 inch per second. Okay. And it have for the ribbon saver option. Ribbon saver option means whenever we want, that time only ribbon will rotate. Okay. And it have for the all interface like. How much cost will be for one label? About cost. This is the 4x4 label. It will come for 1 rupee 50 paise. 1 rupee 50 paise. It's a promo label. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെവി ഡ്യൂട്ടി പ്രിൻ്ററാണ് കേട്ടോ. അതായത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നമുക്ക് ലേബൽസ് പ്രിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു പ്രിൻ്ററാണ്. അപ്പോൾ നമ്മളതിൽ ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറിൽ പല രീതിയിൽ അത് കണക്ട് ചെയ്യാം. ഇപ്പോൾ നെറ്റ്വർക്കിലാണെങ്കിൽ നമുക്ക് എതർനെറ്റ് കേബിൾ വെച്ചിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ USB വെച്ചിട്ട് കണക്ട് ചെയ്യാം. ഇനി അത് കമ്പ്യൂട്ടർ ഇല്ലാണ്ടും അതിൽ മെമ്മറി കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണോ പ്രിൻറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് മെമ്മറി കാർഡ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പെൻഡ്രൈവ് യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് അതിൽ പ്രിൻ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു മെഷീൻ അവർ പറഞ്ഞ പ്രൈസ് വെച്ചാൽ ഏകദേശം 3.5 lakhs ആണ് അതിന് വരുന്ന വില വരുന്നത്. 24 hours കണ്ടിന്യൂസ് വർക്ക് ചെയ്താലും മെഷീൻ ഓക്കെ ആണെന്നാണ് പറയുന്നത്. പിന്നെ അതിന് സർവീസ് കാര്യങ്ങളൊക്കെ അവർ ഇപ്പോൾ കേരളത്തിൽ ശരിക്കും അവൈലബിൾ അല്ല. അവർക്ക് സർവീസ് സെൻറ്റർ അവൈലബിൾ ആണ്, പക്ഷേ അവർക്ക് ഡയറക്റ്റ് ഓഫീസുകളൊന്നും അവൈലബിൾ അല്ല. എന്നിരുന്നാലും കമ്പനിയുടെ പേര് നോവെക്സ് ആണ് കേട്ടോ. കമ്പനിയുടെ പേര് ഞാൻ പറയാൻ പറഞ്ഞു. കമ്പനിയുടെ പേര് നോവെക്സ് എന്നാണ്. This is from Chennai for Nanganallur. Head office in Bangalore. And we have branch office Mumbai, Delhi. Okay. Can you please explain about that one, sir? That is the same one. That is a customized print and apply machine. This is a desktop level print and apply machine. Speed is low, 10 product per minute.
10 product per month. Okay. That's 16 products, okay? That one is heavy duty. We can go for up to 100 products per minute. Okay. How much for this one? This one it will come for 5 lakhs. 5 lakhs. 5 lakhs. 5 lakhs. Yeah. Why? That's That is 3.5 lakhs. 3.5 lakhs. Oh, okay. It's print the label and apply it. We can run it for offline as well as online. Online means conveyor. Conveyor moving the product, it will label will apply. Oh, okay. There's sensor inside there. Yeah. The product is inside there. Once sends the product, it will apply the label. Oh, okay. Thank you. And the same as the barcode. So it's a 300 meter ribbon roll. We can put it for the product labels. So maximum size of label is 80 by 80. 80 by 80. Okay. Minimum size is There's a maximum size this much, right? No, we can go for 4 inch. But 4 this application we have to suitable only for 80 by 80. Yeah, good. This one we can go for 4 inch basic model. Up to 8 inch we can choose. Oh, okay. നമ്മൾ ആദ്യം കണ്ട അതായത് നമ്മൾ കുറച്ച് മുമ്പ് കണ്ട മെഷീനെ അപേക്ഷിച്ച് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആപ്ലിക്കേറ്ററും കൂടി ഉണ്ട്. അതായത് മെഷീൻ പ്രിൻറ്റ് ചെയ്യുക മാത്രമല്ല, നമ്മൾ അതിൻ്റെ അടിയിൽ നമുക്ക് എന്തിലാണോ പ്രിൻറ്റ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു ബോക്സ് ആണെങ്കിൽ ബോക്സ്, അതല്ല ഒരു പാക്കറ്റാണ് പാക്കറ്റ്, അത് ജസ്റ്റ് അടിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രിൻറ്റ് ചെയ്ത് അതിൽ എന്താ പറയുക പേസ്റ്റ് ചെയ്ത് കിട്ടും. അതായത് അതിൽ ഒട്ടിച്ച് കിട്ടും. ആ ലേബിൾ നമുക്ക് അതിൽ ഒട്ടിച്ച് കിട്ടും. അതാണ് ഈ മെഷീൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെഷീനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മിനിറ്റിൽ 10 പ്രോഡക്റ്റ് ഇതുപോലെ നമുക്ക് ലേബൽ പ്രിൻറ്റ് ചെയ്ത് പേസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ അകത്ത് 100 പ്രോഡക്റ്റ് വരെ അറ്റ് എ ടൈം, വിത്തിൻ ഒരു മിനിറ്റിൽ നമുക്ക് ലേബലിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ ഈ മെഷീൻ വരുന്ന ഏകദേശം വില എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 5 ലക്ഷം രൂപ അടുത്ത് വില വരുന്നുണ്ട്. പക്ഷേ ഇത് പറഞ്ഞ പോലെ ഒരുപാട് പ്രൊഡക്ഷനുള്ള യൂണിറ്റിനൊക്കെ ഇതൊക്കെ യൂസ്ഫുൾ ആയിട്ട് വരുള്ളൂ. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ലോജിസ്റ്റിക്സിലൊക്കെ എനിക്ക് തോന്നുന്നു ലോജിസ്റ്റിക്സ് മേഖലയിലൊക്കെ ഇങ്ങനെയുള്ള പ്രിൻറ്റേഴ്സിൻ്റെയൊക്കെ ആവശ്യങ്ങൾ ഒരുപാട് വരും. പിന്നെ ഈ നോവെക്സ് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. നമ്മൾ പറയുന്ന പോലെ ഇപ്പോൾ ഈ കാണിച്ച 2-3 പ്രോഡക്റ്റ്സ് എല്ലാവർക്കും ഒരുപാട് പ്രിൻറ്റിങ് സൊല്യൂഷനിൽ, അതായത് പ്രിൻറ്റിങ് മേഖലയിൽ വേറെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട്. ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ട്. നമുക്കിപ്പം എന്താ പറയുക, ഈവൻ ബോട്ടിലുകളിലൊക്കെ ലേബൽ ചെയ്യുന്ന മെഷീൻസും കാര്യങ്ങളും ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ എക്സ്പോയിൽ ഇവർ കുറച്ച് പ്രിൻറ്റേഴ്സ് മാത്രമേ അവർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇതൊരു ടാഗ് പ്രിൻ്ററാണ് കേട്ടോ. സാധാരണ നമ്മളിപ്പം കണ്ട പ്രിൻ്റ് ലേബലിങ്ങിനുള്ള പ്രിൻ്ററായിരുന്നെങ്കിൽ ഇത് നമ്മുടെ തുണിയിലൊക്കെ, അതായത് പ്രത്യേകിച്ച് ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ ടാഗുകൾ കൊടുക്കുമല്ലോ, മീൻസ് വിലയോ അല്ലെങ്കിൽ ബാർകോഡോ കാര്യങ്ങളൊക്കെ നമ്മൾ ടാഗുകൾ കൊടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ടാഗുകൾ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ളൊരു പ്രിൻ്ററാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതും മാക്സിമം 2 ഇഞ്ച് വരെയാണ് സൈസിലുള്ള ടാഗ്സാണ് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നത്. പക്ഷേ ഇതെന്താ പറയുക, ഹെവി സ്പീഡാണ്. അതായത് ഒരു പെർ സെക്കൻഡിൽ 10 ഇഞ്ച് വരെ 10 mm വരെ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡുള്ളൊരു പ്രിൻ്ററാണ്. ഹെവി ഡ്യൂട്ടിയാണ്. ശരിക്കും വലിയ ഗാർമെൻറ്റ് ഇൻഡസ്ട്രികളിലൊക്കെ ടാഗുകൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ദിസ്. ഓക്കെ. വാട്ട്സ് ദിസ് എഫിഷ്യൻസി per minute? Per minute, that is speed is 10 inch per second. So same thing for what we use in label or tag or taffeta. That same thing we can do. This is the same for we have to use for this ribbon is special ribbon for wash tag. That is a taffeta. Okay. I got it. Okay. So if you want to load for the tag means price tag anything, we can load it. The same thing we can run it for print and cut. പിന്നെ ഇതിൻ്റെ വേറെ കുറച്ച് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് 50 GSM തൊട്ടിട്ട് 150 GSM വരെയുള്ള റോളുകൾ അവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ അതുകൂടായിട്ട് ടഫേറ്റ എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടല്ലോ, അതായത് നമ്മുടെ തുണിയിലൊക്കെ ലേബൽ അടിച്ച്, അതായത് തുണിയിലൊക്കെ ജസ്റ്റ് അതിൻ്റെ ബ്രാൻഡും ഒക്കെ അടിച്ച് വരുന്ന ആ മെറ്റീരിയൽ ഉണ്ടല്ലോ, ആ മെറ്റീരിയൽ നമുക്കിതിൽ ലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ടഫേറ്റ എന്താണെന്ന് അറിയാത്തവർ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ ടഫേറ്റ എന്താണെന്ന് അറിയാൻ പറ്റും. ടഫേറ്റ പോലുള്ള മെറ്റീരിയലുകൾ, സാധാരണ പേപ്പറുകൾ, നമ്മൾ ലേബൽ ചെയ്യുന്ന പ്രിൻറ്റ് ചെയ്യുന്ന പേപ്പേഴ്സിലെ ആ പേപ്പേഴ്സൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഷെൽഫിൽ കാണുന്ന ഈ പ്രോഡക്റ്റ്സ് ഒക്കെ ഇത് ബ്ലഡ് ബാഗാണ് നമ്മൾ കാണുന്നത്. അതായത് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബാഗ്. അപ്പോൾ അതിലൊക്കെയും ഈ ഓട്ടോമാറ്റഡ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് അവർ ലേബൽ ചെയ്തിരിക്കുന്നതാണ്. അവരുടെ ക്ലയൻറ്റ്സ് ലേബൽ ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ്സാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിലുകൾ, മെഡിസിൻ, അതായത് ഫാർമ ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്ന ബോട്ടിലുകൾ, പിന്നെ ഒരുപാട് പ്രോഡക്റ്റ്സ്. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇരിക്കുന്ന കാണാം, ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഇത് ഈ കാണുന്ന കുപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മളിപ്പോൾ എന്താ പറയുക, കഫ് സിറപ്പോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടുമല്ലോ, അത്തരം ഒരു കുപ്പിയാണ്. അപ്പം അതിലൊക്കെ നമുക്ക് റൗണ്ട് ലേബലിംഗ് ആവട്ടെ, അതല്ല ഇനി ഫ്ലാറ്റ് സർഫസിലുള്ള ലേബലിംഗ് ആവട്ടെ, ഇപ്പം ഇതുപോലെയുള്ള നമ്മുടെ വിമ്മിൻ്റെ ഒക്കെ ബോക്സിലെ അതുപോലുള്ള ബോക്സിലുള്ള ഫ്ലാറ്റ് ലേബലിംഗ് ആവട്ടെ, ഇനി ഡബിൾ സൈഡ് ലേബലിംഗ് ആവട്ടെ, ഇപ്പോൾ ഈ ഒരു എന്താ പറയുക, ആ ഒരു ഓയിലിൻ്റെ ബോക്സ് ഉണ്ടല്ലേ, ഓയിലിൻ്റെ കുപ്പി, ആ ബോട്ടിലാണെങ്കിലും ശരി ഡബിൾ സൈഡ് ലേബലിംഗ് ആണ്. അപ്പോൾ ആ ഡബിൾ സൈഡ് ലേബലിംഗ് ആവട്ടെ എല്ലാം ഓട്ടോമേറ്റഡായിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സിസ്റ്റം അവർക്കുണ്ട്.
അപ്പോൾ എന്താ പറയുക, ഒരുപാട് കുപ്പികൾ ഇപ്പോൾ ഈ മുകളിൽ കാണുന്ന കുപ്പികളൊക്കെയും എന്താ പറയുക ഇതുപോലെ ഡബിൾ സൈഡ് ലേബലിംഗ് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ മാർക്കറ്റിൽ കാണുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം അവർക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇത് സിസ്റ്റത്തിനൊരു ഏകദേശം വില വരുന്നത് ഏകദേശം 6 ലക്ഷം രൂപയൊക്കെയാണ് ഈ ഫുള്ളി ഓട്ടോമാറ്റിക് സിസ്റ്റത്തിന് വില വരുന്നത്. പിന്നെ നമ്മുടെ കസ്റ്റമൈസേഷൻ അനുസരിച്ചിട്ട് വില ചിലപ്പോൾ കൂടും, വില കുറയാം, അങ്ങനെയൊക്കെ ഇരിക്കും. അപ്പോൾ എന്തിരുന്നാലും ശരി, നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ ഒരു ടോട്ടൽ ലേബലിംഗ് സൊല്യൂഷൻ വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ടോട്ടൽ ലേബലിംഗ് സൊല്യൂഷൻ ശരിക്കും നോവെക്സിൽ ചെയ്തു തരുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ കമ്പനിയുടെ പേര് ഞാൻ ഒന്നുകൂടെ പറയുന്നത് നൊവെക്സ് സൊല്യൂഷൻസ് എന്നാണ്. നൊവെക്സ് സൊല്യൂഷൻസ് ശരിക്കും ഇവരുടെ ഇത് ഒരു ജർമ്മൻ കമ്പനിയാണ്, ജർമ്മൻ പ്രോഡക്റ്റാണ്. അപ്പോൾ ഇന്ത്യയിൽ ചെയ്യുന്നത് ഇവരാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ നൊവെക്സ് സൊല്യൂഷൻസ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റ് കാണാൻ പറ്റും, അവരുടെ പ്രോഡക്റ്റ് കാണാൻ പറ്റും. ഇനി എൻക്വയറീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് അതിലുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ വഴി സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് എടുക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക. അപ്പോൾ എന്തായാലും ഞാൻ കമൻറ്റ് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ, അതായത് ഈ എക്സ്പോർട്ട് ബാക്കി വീഡിയോ അടുത്ത ദിവസങ്ങളായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ.